നമ്മുടെ കേരള PSCയുടെ പ്രായപരിധി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. PSCയുടെ പ്രായപരിധി ഇപ്പോൾ നിലവിൽ ഉയർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരു സംഭവം നടക്കുമ്പോൾ അതിന് നല്ല വശങ്ങളും വിപരീത വശങ്ങളും എല്ലാം പലരും കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സമഗ്രമായിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കേരള PSCയുടെ പ്രായപരിധി ഇപ്പോൾ ഉയർത്തി 40 വയസ്സാക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ജനറൽ കാറ്റഗറിക്കാണ് ഈ 40 വയസ്സാക്കിയിട്ടുള്ളത്. OBC ആകുന്ന സമയത്ത് നമുക്ക് ഏകദേശം OBC വിഭാഗത്തിന് ഏകദേശം നമുക്ക് വരുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 43 വയസ്സാണ് OBCക്ക് വരുന്നത്. പിന്നെ SC/ST ആകുന്ന സമയത്ത് ഏകദേശം നമ്മൾക്ക് വരുന്നത് 45 വയസ്സുമാണ്. 5 വർഷത്തെ റിലാക്സേഷൻ SC/STക്കും, SC/STക്ക് 45 വർഷത്തെ റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ റിലാക്സേഷനും സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ 40ൻ്റെ കൂടെ ആഡ് ചെയ്ത് ലഭിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ പലർക്കും ഉള്ളതാണ് നമ്മുടെ കേരള പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ എക്സൈസ്, ഇങ്ങനെ ഒരുപാട് യൂണിഫോം തസ്തികകളുണ്ട്. ഇതിലേക്ക് ഈ പ്രായപരിധി കൂട്ടൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അത് വരുമോ എന്നുള്ള കാര്യം പലർക്കും ഡൗട്ടുണ്ട്. മേ ബി എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം വരാനുള്ള ചാൻസ് കുറവാണ്. ആ ഒരു പോസ്റ്റിലേക്ക് ഇത്രയധികം പ്രായപരിധി കൂട്ടാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് റിലീസ് ചെയ്ത് കിട്ടിയാൽ ഒരു കൺഫർമേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് അറിയിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള മെജോറിറ്റി മെയിൻ എല്ലാവരും എഴുതുന്ന പരീക്ഷകളിൽ ഇപ്പോൾ നമ്മുടെ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒന്ന് വിശദമാക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്കുണ്ട്. ഇതിന് മുമ്പുള്ള പ്രായപരിധി നമുക്കൊന്ന് നോക്കാം. ഇതിന് മുമ്പ് 36 വയസ്സായിരുന്നു PSCക്ക് അപേക്ഷിക്കാനുള്ള ജനറൽ കാറ്റഗറി. 36 എന്ന് പറയുമ്പോഴും എല്ലാ പോസ്റ്റുകളും അല്ല, അത് വ്യക്തമാക്കാം. അപ്പോൾ 36 വയസ്സായിരുന്നു അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. അത് ജനറലാണ്. OBC ആകുമ്പോൾ 39 വയസ്സും അതുപോലെ SC/ST ആകുന്ന സമയത്ത് 41 വയസ്സിൻ്റെയും പ്രായപരിധിയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത്. 40 വയസ്സാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം നമുക്ക് 4 വർഷത്തിൻ്റെ ഇൻക്രീസ് ആണ് നമുക്ക് ജനറൽ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. OBCക്ക് വീണ്ടും 3 വർഷം അതിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട്. 40 വയസ്സിൽ നിന്ന് 43ലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാറ്റം PSCയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തസ്തികയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതല്ല. അപ്പോൾ യൂണിഫോം പോസ്റ്റിലേക്ക് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിനായിരിക്കുമെന്ന് വിചാരിക്കരുത്. അത് വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായും നമ്മുടെ യൂണിഫോം തസ്തികകളായിട്ടുള്ള നമ്മുടെ പോലീസ്, അതായത് CPO, എക്സൈസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ശാരീരിക ക്ഷമത മുൻഗണന നൽകുന്ന യൂണിഫോം പോസ്റ്റുകളുണ്ടല്ലോ, അതിൻ്റെ പ്രായപരിധി ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയില്ല. കാരണം അത് ഓവർ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശാരീരിക ക്ഷമത എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സിന് ആവശ്യമായിട്ടുള്ളതാണ്. നമുക്കറിയാം, കേരള പോലീസ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ സ്റ്റേറ്റിന് അഭിമാനകരമായിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ്. സോ ആ ഒരു ഫോഴ്സിലേക്കെല്ലാം എൻ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ ഫിസിക്കലി അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇതുള്ളവരായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അത് ഇൻക്രീസ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്നല്ല, അത് തീർച്ചയായിട്ടും യങ്ങർ ആയിട്ടുള്ള ആൾക്കാർ വരുന്നതായിരിക്കും. കാരണം യങ്സ്റ്റേഴ്സിനും ജോലികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിന് തന്നെയാണ് അത് പ്രാധാന്യത കൊടുക്കുന്നത്. നല്ലത് തന്നെയാണ് എന്ന് കരുതി നമുക്ക് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ബാക്കിയുള്ള സിറ്റിസൺസിന്, സീനിയർ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലല്ല, കുറച്ചുകൂടെ ഏജ്ഡ് കൂടിയിട്ടുള്ള ഈ 40 വയസ്സിൻ്റെ ഇടയിലൊക്കെ വരുന്നവർക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്കും ജോലിക്ക് ബുദ്ധിമുട്ടുള്ള എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്. ഒരുപാട് പേരുടെ ജോലി ഇൻ്റലിജൻസ് ഒക്കെ കാരണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ വരുന്നത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇതിനൊക്കെ ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ്. ജനറൽ കാറ്റഗറി പോസ്റ്റുകളായിട്ടുള്ള LTC, LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ടൈപ്പിസ്റ്റ്, ക്ലർക്ക്, അതുപോലുള്ള തസ്തികകളിലേക്കാണ് കൂടുതലായിട്ട് ഇത് ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്മുടെ HSA, അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന LP, UP സ്കൂൾ ടീച്ചർ തുടങ്ങിയ തസ്തികകളിലേക്കും ഇത് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് മുമ്പ് PSC മറ്റ് ചില പോസ്റ്റുകളുടെയൊക്കെ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേക കാറ്റഗറിയാണ്, ഇതിപ്പോൾ നമ്മൾ നോക്കുന്നില്ല. എന്തായാലും ഇത് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലായിരിക്കാം തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്കിത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ബിക്കോസ് ഇങ്ങനെയൊരു പ്രായപരിധി കൂടുന്നതിലൂടെ ഒരുപാട് പേർക്ക് 1ഉം 2ഉം വയസ്സിനൊക്കെ PSCനെ അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ ഒരു ചാനൽ കാണുന്ന ഭൂരിപക്ഷവും നമ്മുടെ അനലിറ്റിക്സ് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ പലരും കാണുമെങ്കിലും നമ്മുടെ മുമ്പുള്ള വീഡിയോ ഒക്കെ കാണുന്നത് ഏകദേശം ഒരു 17 ടു അല്ലെങ്കിൽ 18, 17, 16 വയസ്സ് മുതലുള്ള കുട്ടികൾ കാണുന്നുണ്ട്. ആ ഒരു ഏജ് ടു ഏകദേശം 25, 30 വയസ്സിൻ്റെ ഇടയിലുള്ളവർ മാത്രമേ കാണുന്നുള്ളൂ. അവർ PSCക്ക് എപ്പോഴും എലിജിബിളും ആയിട്ടുള്ളവരാണ് നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അതിനും കുറച്ചുകൂടെ ഏജ് ഉള്ളവരുണ്ടാകും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരം വരുന്നതാണ്. അതുപോലെ തന്നെ നിലവിലിപ്പോൾ 30 ഏജൊക്കെ ഉള്ളവർക്ക് ഈ 36 വർഷം കൂടി കഴിഞ്ഞതിന്
അതിൻ്റെ അവസരം എന്ന് കരുതി അത്രയും നാൾ കിട്ടില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. അവർക്ക് ഒന്നുകൂടെ റിലൈസേഷൻ കിട്ടുകയാണ്, മുമ്പോട്ടേക്കുള്ള പോസ്റ്റിലും അവസരങ്ങൾ ഉണ്ട്. ഇവിടെ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയത്തും പഠിക്കാൻ പറ്റുന്നവരുണ്ടാവണമെന്നില്ല, ഫുൾ ടൈം പഠിക്കാൻ പറ്റുന്നവരുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു മണിക്കൂർ പോലോ അല്ലെങ്കിൽ അരമണിക്കൂർ പോലും കൊടുക്കാൻ പറ്റാത്തവരായിരിക്കും, അവർ പറ്റുന്ന പോലെ നോക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു ആശ്വാസം തന്നെയാണ്, മുമ്പിലേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നോക്കാൻ പറ്റുമെന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. വളരെ മികച്ച നല്ലൊരു തീരുമാനം തന്നെയായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇത്രയും പേർക്ക് ഏജ് റിലാക്സേഷൻ കൊടുക്കുന്ന സമയത്ത് അഡ്വൈസും അതിനനുസരിച്ച് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ജോലികൾ കൊടുക്കുകയും തീർച്ചയായിട്ടും വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും കിട്ടുമെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. PSCയുമായി ബന്ധപ്പെട്ട് പ്രായം ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഏതൊക്കെ പോസ്റ്റിലേക്ക് ഉയർത്താൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന രീതിയിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യലായിട്ട് മറ്റുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനി നോട്ടിഫിക്കേഷനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 24-ാം തീയതിയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.